മഹിമയ്ക്ക് ഇന്നോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തുക വിഷു കൈ നീട്ടം എത്ര രൂപയാണ്? വിഷു കൈ നീട്ടം ഏറ്റവും വലിയ തുക എനിക്ക് അല്ല, ഇവിടെ സാർ ഇഡി റൈഡിന് വേണ്ടി ഒന്നും ചോദിക്കുവല്ല, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അത് എത്ര തന്നെ ആണെങ്കിലും പറഞ്ഞോളൂ, ഒരിക്കലും അതിൽ കുറയില്ല. രമേശ് പിന്നെ പിന്നില്ലേ ഉണ്ണി സഹായിക്കണം, ഇല്ലത്തൊന്നും എടുക്കാനില്ല. ഉണ്ണി മുകുന്ന ഫിലിംസിന്റെ ലാഭത്തുനിന്ന് ഒരു 10% വിഷു കൈ നീട്ടായിട്ട് കൊടുക്കാൻ. കഴിഞ്ഞ വർഷം വിഷുവിന് അമ്മ എനിക്കൊരു ശ്രീകൃഷ്ണന്റെ ഒരു കുഞ്ഞു വിഗ്രഹം തന്നായിരുന്നു. സ്വർണത്തിലായിരുന്നോ? അല്ല അല്ല, ഞാൻ വിലന്ന് ഏറ്റവും വിലപ്പെട്ടെന്ന് ഉദ്ദേശിച്ചത് സ്നേഹത്തിന്റെ ഒരു വെയിറ്റേജ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയ എന്റെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് അതായിരിക്കും. ഞാൻ കാശിന്ന് എടുത്ത് ചോദിച്ചു കേട്ടോ, എന്നാലും അവരെന്നെ മറിച്ച് 500 രൂപ അമ്മ തരാറ് ചെറുപ്പം തൊട്ടേ. ചെറുപ്പം തൊട്ട് 500 കിട്ടുന്നുണ്ടല്ലേ? എനിക്കൊക്കെ 1 രൂപയെന്ന് കടക്കാൻ 20 വയസ്സെങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ്. ഈ ഭാഗം മാത്രം റീൽസ് ആയിട്ട് വരും. മൈമ തള്ളു തള്ളു. ഇവിടെ എങ്ങനെയാണ്? 500 കിട്ടിയിട്ടില്ല. അയ്യോ, എനിക്ക് 2 രൂപയുടെ അല്ലെങ്കിൽ ചില്ലറയൊക്കെ ആയിട്ട് കുറച്ച് കിട്ടാന്നല്ലാതെ ഭയങ്കര 500 ടൂ മച്ചാ. ഇപ്പോഴും കിട്ടിയിട്ടില്ല 500. ഇപ്പൊ അങ്ങനെ പറയില്ല. 500 ഇല്ല അച്ഛനും. ശരി, വിഷുവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്റെ അടുത്ത ചോദ്യം. നമ്മൾ തന്നെത്താൻ ഈ പടക്കം കത്തിച്ചിടാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട്. ഓലപ്പടക്കത്തിന് കത്തിച്ചിട്ട് ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ തിരി അതിന്റെ ആ പീക്ക് ടൈമിൽ നമ്മൾ പടം റിലീസ് ചെയ്യാന്ന് വെച്ചാൽ അത്ര വക്കത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യാനായിട്ട് ടെൻഷനുള്ള പരിപാടിയാണ്. അങ്ങനെ പടക്കം കത്തിച്ചിടാനായിട്ട് എത്ര വയസ്സ് ചെയ്തിട്ടുണ്ടോ? പേടിയുണ്ടോ? എന്താ? ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട്. ധൈര്യമുണ്ട്. ആക്ച്വലി അഗൈൻ എന്റെ എല്ലാ ഓർമ്മകള് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. വെച്ചാൽ ദീപാവലിയിലാണ് ഞാൻ കൂടുതൽ അത് പടക്കം പൊട്ടിച്ചേക്കണേ. ഞാൻ എപ്പോഴും മറന്നു. ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇവിടെ ദീപാവലി പരിപാടിയാ. ശരിയാണല്ലോ. മഹിമയോ? ഞാൻ ഇന്നേ വരെ ആ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ല. മറ്റേ കമ്പിത്തിരിയും പൂത്തിരി പിന്നെ കണ്ട് ആസ്വദിക്കുക, ഈ വക പരിപാടികൾ മാത്രം. ഞാനൊക്കെ അന്നേ ശാസ്ത്രജ്ഞന. ഈ ചിരട്ടയുടെ കണ്ണുവഴി തിരി തള്ളി വെച്ചിട്ട് പൊട്ടിക്കുക, പടക്കം കത്തിച്ചിട്ട് പാത്രം വെച്ച് മൂടി വെക്കുക, റിസ്ക് പടക്കത്തിന് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ അങ്ങനെ പല തരത്തിൽപ്പെട്ട റിസ്കുകൾ പറയണ്ടല്ലോ ഇവിടെ. ചിലർ പടക്കം ഇങ്ങനെ കത്തിച്ചുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? അത് എല്ലാ വിഷുവിനും വരും. മറ്റേ മതിലെ വെച്ചിട്ട് ഓടുന്ന അമ്മാവനല്ലേ? അയ്യോ, അതെ, ഇത്രയും ഫാൻസ് ഉള്ള ആള്. രഞ്ജിത് ശങ്കറിന്റെ തിരക്കഥ കേട്ടപ്പോൾ 5 മിനിറ്റ് കൊണ്ട് കേട്ടപ്പം മഹിമ വളരെ ഗൂസ്ബം ഉണ്ടായെന്ന് പറഞ്ഞു. പലപ്പോഴും രഞ്ജിത് ശങ്കറിന്റെ അത്തരത്തിലുള്ള പല തിരക്കഥകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ സമൂഹത്തിൽ ഒരു കൂട്ടത്തോടുകൂടി ജീവിച്ചു പോകുന്ന കൂട്ടത്തിൽ പല ഓട്ടങ്ങളിലും നമ്മൾ സാധാരണ ആളുകളോടൊപ്പം ഈ മത്സര വേഗത്തിനൊപ്പം എത്താൻ പറ്റാതെ പോകുന്ന ആളുകളെ ഒരു സൈഡ് ക്യാരക്ടറായിട്ടല്ല മെയിൻ ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്കറിയാം വലിയൊരു വിഭാഗത്തെ ആ സിനിമ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. സൂസു സുധി വാത്മീകം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തപ്പം അതൊരു വലിയ വിഭാഗത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പലതരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ജയ് ഗണേഷും അങ്ങനെ തന്നെ കൊമേഴ്സ്യലി സക്സസ് ആകുമ്പോഴാണ് ആ സിനിമ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് വലിയ സന്തോഷമുണ്ടാകുന്നത്.